ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു ഹലോ മുംബൈ. ലോകമെമ്പാടുമുള്ള ഹലോ മുംബൈയുടെ പ്രേക്ഷകർക്ക് ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ഇത് നിങ്ങളുടെ ശബ്ദമാണ്. മഹാരാഷ്ട്രയുടെ ഈ 35 ലക്ഷം വരുന്ന മലയാളികളുടെ ശബ്ദമാണ്. വോയിസ് ഓഫ് മഹാരാഷ്ട്ര. ഹലോ മുംബൈ പവേർഡ് ബൈ ഏകോൺ ഷിപ്പിംഗ്, ബ്രോട്ട് യു ബൈ അമൃത് വേണി. ഹലോ മുംബൈ, ഹലോ മുംബൈ, ഹലോ മുംബൈ, ഹലോ മുംബൈ. ഉയരുണരും പാളങ്ങൾ, നിശയില്ലാ ജീവിതയാത്രകൾ. ഹലോ മുംബൈ, സ്നേഹത്തിൻ സൗഹൃദ ഭൂമിയിൽ അതിരില്ല കാഴ്ചയുമായി. ഹലോ മുംബൈ. ധോബി ഗാർഡനും ഉണ്ടാവും പറയാൻ ഒരുപാട് കഥകൾ. നമുക്ക് അവരുടെ കഥകളും അവരുടെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ലോകത്തെ ഏറ്റവും വലിയ അലക്കുകാരുടെ കോളനിയാണ് മുംബൈയിലുള്ള മഹാലക്ഷ്മി ധോബി കോളനി. ഈ കോളനി അതിന്റെ വൈവിധ്യം കൊണ്ടും വ്യാപ്തി കൊണ്ടും പ്രസിദ്ധമാണ്. അപ്പൊ ഇതാണ് മഹാലക്ഷ്മി റെയിൽവേ സ്റ്റേഷൻ. തൊട്ടപ്പുറത്ത് കാണുന്ന കൂറ്റൻ ബിൽഡിംഗ്, അതായത് പണ്ഡിതനും പാമ്പരനും പണക്കാരനും പാവപ്പെട്ടനും എല്ലാം ഒരേ കൂരയിൽ സഹോദരങ്ങളെ പോലെ സഹവർത്തിത്വത്തോടെ ജീവിക്കുന്ന ഒരു നഗരം, അതാണ് മുംബൈ. ഇതിന്റെ തൊട്ട് നടക്കാണ് നമ്മൾ ഈ കാണുന്ന ധോബി ഘാട്ട്. മഹാലക്ഷ്മി സ്റ്റേഷന് മുകളിലൂടെ പോകുന്ന റോഡിൽ നിന്ന് നോക്കിയാൽ ഒരു വശത്ത് സമ്പന്നതയുടെ പ്രതീകമായ മഹാലക്ഷ്മി റേസ് കോഴ്സ്, അവിടെ കുതിരപ്പന്തയത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കുബേര ജന്മങ്ങൾ. വിരോധാഭാസം പോലെ മറുവശത്ത് ഒരു ചാൺ വയറിനു വേണ്ടി കരിങ്കല്ലിനോടും തുണികളോടും മല്ലിടുന്ന ഒരു പറ്റം സാധുജന്മങ്ങൾ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ട 3 കാര്യങ്ങളാണ്. ഒന്ന് നല്ല ആഹാരം, പിന്നെ പാർപ്പിടം, പിന്നെ നല്ല ഡ്രസ്സ്, അല്ലേ? അപ്പൊ ഈ വസ്ത്രമൊക്കെ നല്ല തേച്ചു മിനുക്കി നല്ല ഉജാലയൊക്കെ തേച്ച് ഇടണമെന്നുള്ളതാണ്. ഉണ്ണിയെ കണ്ടാൽ അറിയാം ഊരിലെ പഞ്ഞു എന്ന് കേട്ടില്ലേ, അതുപോലെ. അപ്പൊ അങ്ങനെ അലക്കുന്ന ഒരു സ്ഥലത്താണ് ദ ഓപ്പൺ എയർ ലോണ്ട്രി എന്ന് പറയുന്ന മുംബൈയിലെ ധോബി ഘാട്ടിലാണ് ഞാനിപ്പോൾ. ഇന്ന് എൻ്റെ ഒപ്പം ഒരു വിശിഷ്ട അതിഥി കൂടെയുണ്ട്, ശ്രീ പ്രകാശ് പടിക്കൽ. ഈ ധോബി ഘട്ടിനെ കുറിച്ച് ഒന്ന് അറിയണമെന്നുണ്ട്. ഇതെനിക്ക് തോന്നുന്നു 1860 ബ്രിട്ടീഷുകാർ തുടങ്ങി വെച്ചതാണ്. ലോണ്ട്രി എന്നുള്ള ഒരു പ്രസ്ഥാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ. അപ്പോൾ ആളുകൾക്ക് ജോലിയുമാവും, അതേമാതിരി തന്നെ വളരെ വൃത്തിയായി അലക്കി ഇസ്ത്രീക്കിട്ട് അതിന് വീട് വീടാന്തരം എത്തിക്കുക, അല്ലെങ്കിൽ ഹോട്ടലുകളടക്കം എല്ലാ സ്ഥലങ്ങൾക്കും ഉള്ള ഒരു ലോണ്ട്രി. പക്ഷെ അന്നും ഇന്നും ഈ കല്ലിൽ തന്നെയാണ്. 10% അദ്ദേഹം പറഞ്ഞ കണക്ക്. तमीर जी अभी भी हाथ में वॉश होते हैं क्या ये सब? हाथ से धोते हैं, 90% मशीन से धोते हैं। ये पहले कैसे था? पहले कितना लोग काम करता था? पहले यहाँ पे 8 से 10 हजार आदमी काम करते थे टोटल। अभी 4 से 5 हजार आदमी रहेंगे। 100 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ പ്രസ്ഥാനമാണ്. അന്ന് ഏകദേശം 10,000-ഓളം ജീവനക്കാരുണ്ടായിരുന്നു. ഇന്ന് അതിന്റെ പാതി പോലും ഇല്ല. പകുതിയാവാൻ കാരണം 5000-ഓളം ആൾക്കാർ ഇപ്പൊ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എല്ലാം അധികം മെഷീനിലാണ്. അല്ല, അതിപ്പം ഈ മിഷനിലാണെങ്കിൽ പിന്നെ ഇവിടെ തന്നെ ചെയ്യണമെന്നില്ലല്ലോ, അല്ലെ? വേറെ പല സ്ഥലങ്ങളിലേക്ക് അതിന്റെ ബിസിനസ് മാറി പോയിട്ടുണ്ടാവാം. പക്ഷെ സ്ഥലം എന്നുള്ളത് ഒരു വലിയ പ്രശ്നമല്ലേ ബോംബെയില്. മുംബൈയിലെ സ്റ്റാർ ഹോട്ടലിലെ വെള്ള വിരിച്ച പട്ടുമെത്തയിൽ കിടന്നുറങ്ങുമ്പോൾ ആരെങ്കിലും ഓർക്കാറുണ്ടോ ആരാണ് ഈ മെത്തയ്ക്ക് ഇത്രയും വെണ്മ പകർന്നതെന്ന്? बारिश के टाइम पे हम लोग सुखाते थे, लेकिन कैसा है, अभी बारिश वापस आ जाएगा तो उतना कपड़ा आपको वापस निकलना है, और फिर बारिश रुक गया फिर वापस लगाना है. കംസേ കം അല്ലേ 2-3 മാസത്തേക്ക് ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പുള്ളി പറയുന്ന അനുസരിച്ചാണെങ്കിൽ, അല്ലേ? കവറില്ലാത്തതുകൊണ്ട് മഴ വരുന്ന സമയത്ത് അതിനെ അവിടുന്ന് മാറ്റി വീണ്ടും ഒരു മെഷീനിലോട്ട് കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ ടൈം में बिजनेस बहुत इफेक्ट होता है एक्चुअली. नहीं इफेक्ट नहीं होता है, बिजनेस उल्टा ज्यादा रहता है, क्योंकि अब गंदा हो जाता है कपड़ा जल्दी, और कपड़ा आता है फिर लोड रहता है. ഓ, ഇത് കൂടുതലും ഇവര് എക്സ്പോർട്ട് ചെയ്യുന്ന, അതായത് സാധാരണ ഇവര് കമേഴ്ഷ്യൽ സംഭവമാണ്. ടീക്ക് ജാനത് കുഴപ്പമില്ല. അത് ആ സംഭവമാണ് ഇവർ ചെയ്യണത്. അല്ലാതെ ഇവരിപ്പം ഇവിടെ വന്നിട്ട് പഴയ തുണികൾ വാഷ് ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല. आई मीन पुराना कपड़ा लेके आके उसको वॉश करके फिर वो भी है, बट 20% वो कैसा है, जैसा साड़ीज होती है और जीन्स रिसाइकल होता है. अच्छा. കാലിത്തൊഴുത്തുകൾ പോലെ കോൺക്രീറ്റ് പാളികൾ കൊണ്ട് തീർത്ത ഓരോ ചെറിയ അറക്കുള്ളിലും നിന്ന് ഓരോരുത്തരും അവരവരുടെ അലക്ക് ജോലികൾ ചെയ്യുന്നു. ETP प्लांट है क्या आपका? वो तो मैं नहीं बता सकता, लेकिन पानी जाता है, ड्रेनेज में जाता है. हाँ. बट पानी किधर से आता है? कितना लीटर का पानी आएगा होगा? पानी सुबह मॉर्निंग में आता है 4 घंटा 5 घंटा, उसमें उन लोग अपना फुलफिल कर लेते हैं. जो उन लोग का किसका प्राइवेट लाइन भी है उसका बिल आता है. जो आपको फ्रेश वाटर चाहिए तो उसका बिल आता है, पाइप लाइन है. അപ്പൊ അതായത് അതാണ് സംഭവം. എനിക്കൊന്നും ഈ വെള്ളം എങ്ങോട്ടാ പോകുന്നൊന്നും അവർക്ക് ശരിക്കും അറിയില്ല. വരുന്നുണ്ട്. അതെ, അല്ല ഇത് ശേഷം ഇത് അലക്കിയതിന് ശേഷമുള്ള വെള്ളം ഒഴുകി കളയാണ് സംഭവം.
മുംബൈ നഗരത്തിന്റെ വേഷപ്പാർച്ചകളിൽ പരാതികളോ പരിഭവമോ ഇല്ലാതെ വീണ്ടും വീണ്ടും നഗരത്തിന് വൃത്തിയും വെടുപ്പും പകർന്നുകൊണ്ട് മഹാലക്ഷ്മി ധോബി കോളനിയിലെ അലക്കുകാർ അഴുക്കുചാലിലൂടെ സ്വന്തം വിയർപ്പ് ഒഴുക്കിക്കളയുന്നു. ഈ വെള്ളത്തിന് പക്ഷേ അഴുക്കിന്റെ ദുർഗന്ധമുണ്ടായിരുന്നില്ല. അവയിൽ പടർന്നൊഴുകിയത് അവരുടെ പൊഴിഞ്ഞു വീണ അശ്രുബാഷ്പങ്ങളായിരുന്നു. ഈ ജോലി ചെയ്യുന്ന ആൾക്കാർ താമസിക്കുന്നത്. ഓ അഭി സബ് ലോഗ് ഇധർ रहते हैं क्या? हाँ, यहाँ पे ये घर है. हाँ. अभी ये न्यू जनरेशन भी एक काम पे है. न्यू जनरेशन तो अभी जो जूने आदमी कर रहे हो कर रहे, पर न्यू जनरेशन हो तो पढ़ाई लिखाई ये सब they are getting good education from their family members. So they are not. Yeah. That's why you see the cubicles are empty. സെൻറ്റി ഓക്കെ. അപ്പൊ പുതിയ ആൾക്കാരൊന്നും ഇതിലേക്ക് വരുന്നില്ല. പുതിയ ജനറേഷൻ അതുപോലെ താമസിക്കാറൊന്നും അതെ ഉണ്ടാവില്ല. കാരണം ഇത് ഇങ്ങനെ ഒരു രീതിയിലല്ലല്ലോ സംഭവിച്ചിട്ട് അല്ലേ. पढ़ाई लिखाई नहीं करेंगे तो फिर ऑफ कोर्स इधर ही काम करना है. ഒബിയസ്ലി. പക്ഷെ എന്നിരുന്നാലും ഏകദേശം 500,000 കോടി ആണ് ഇവരുടെ ടേൺ ഓവർ എന്ന് പറയുന്നത്. 1000 करोड़ का ऊपर इनका टर्नओवर है. ये तो मैं नहीं बता सकता हूँ. अच्छा ऑलमोस्ट उतना है. क्योंकि हर एक का जो नया कपड़ा है उसका एक्सपोर्ट होता है. पूरा 1 लाख कपड़ा यहाँ पे दिन में धोया जाता है. दिन में ഒരു ദിവസം 1 ലക്ഷം തുണിയാണ് ഇവിടെ വാഷ് ചെയ്യുന്നതാണ്. ഇപ്പൊ ഇവരെന്ന് പറയുന്നത് ഇത് എക്സ്പോർട്ട് എക്സ്പോർട്ട് വാല ये एक्सपोर्ट है. तो क्या करते हैं उसको स्टिचिंग प्री वॉश होता है. ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് പ്രീ വാഷ് ചെയ്തിട്ട് ചെയ്തതിനു ശേഷം അയൺ ചെയ്തിട്ട് എക്സ്പോർട്ട് ചെയ്യുക. ഇതാണ് മെയിൻ ആയിട്ട് ഇപ്പൊ ഇവർ ചെയ്യുന്ന ഒരു ബിസിനസ്. ഇത് പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ നമ്മൾ ഒഴുകുന്ന വെള്ളത്തിൽ ചെയ്യുന്നു. ഒഴുകുന്ന വെള്ളത്തിലാണ് നമ്മുടെ നാട്ടിൽ പൊതുവെ വാഷിംഗ് ചെയ്യുക. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ വെള്ളം ഇവർ നിറച്ചിട്ട് ഇവിടെ ഒരു കല്ലുണ്ട്, ആ കല്ലിൽ അടിച്ച് ചെയ്യുന്നു. അല്ലാത്തവർ മിഷനിൽ ചെയ്യുന്നു. വലിയ മാറ്റമൊന്നുമില്ല. പക്ഷെ അതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 7 ഏക്കറിലാണ് ഈ സ്ഥലം ഓപ്പൺ ലോണ്ടറി ഗിന്നസ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഗിന്നസ് റെക്കോർഡ് കമ്മില്ലാത്ത ഗിന്നസ് റെക്കോർഡ് 2011 അവർക്ക് ഗിന്നസ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട്. 496 അലക്ക് തൊഴിലാളികൾ ഒരുമിച്ച് വസ്ത്രങ്ങൾ കഴുകിയതിന്റെ പേരിൽ ഡോബിഗട്ട് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിലും ഇടം നേടിയിട്ടുണ്ട്. ഒരു സ്ഥലത്ത് വസ്ത്രങ്ങൾ കഴുകുന്ന ലോകത്തെ ഏറ്റവും വലിയ ഓപ്പൺ എയർ അലക്ക് കോളനി എന്ന റെക്കോർഡാണ് സ്വന്തമാക്കിയത്. ये कितना साल से काम कर रहे हैं आप इधर? दादा का टाइम से. अच्छा, तब से इधर. आपका भी नेक्स्ट जनरेशन इसमें है क्या? तीन पीढ़ी है. दादा गया, बाप गया, मैं. അച്ഛൻ അല്ല അപ്പൂപ്പൻ 3 തലമുറയിലാണ്. आपका बेटा अभी क्या करता है? अभी यही काम कर रहे हैं. यही है ना? ओके. अब 3 തലമുറയല്ല, അടുത്ത തലമുറ ഇതിലുണ്ട്. पढ़ा लेकिन वो डिसकंटिन्यू है. अच्छा, इसलिए वापस इसमें आ गए. इधर ही आए. कितना का बिजनेस करते हो आप? अभी तो शादी रहेगा काम रहेगा, शादी नहीं तो काम नहीं. अपना मंडप काम है. अच्छा. इवेंट का काम. अच्छा, ഇത് ഇവർ കല്യാണ മണ്ഡപത്തിലെ തുണികളാണ് ഇവർ വാഷ് ചെയ്യുന്നത്. अच्छा, ऐसा एक लोग अलग अलग होते हैं. जिसका होटल से, अच्छा. जिसको हॉस्पिटल से, ऑल फ्रॉम मुंबई, ऑल ओवर मुंबई का सब. और ये धंधा उन लोग का पिताजी के टाइम से. हर एक का फिक्स कस्टमर है, जनरेशन टू जनरेशन. अभी जिसको नया कपड़ा नया कस्टमर मिल गया वो बात अलग है. മുംബൈ മഹാനഗരം ഉടുത്തൊരുങ്ങി ഇറങ്ങുന്നതിന്റെ പുറകിൽ ഈ കുടുംബങ്ങളുടെ വിയർപ്പുനീരിന്റെ ഉപ്പ് പടർന്നിരിക്കുന്നു. ലക്ഷം തുണികളാണ് ഒരു ദിവസം ഇവിടെ ഹാൻഡിൽ ചെയ്യുന്നത്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്സായി പോയില്ലേ अरे ये मिस हो सकता है ना कपड़ा उधर से उधर? मिस तो बहुत रेयर होता है. अच्छा, क्योंकि इन लोगों को पता है ये कौन से कस्टमर का है. पर इसका क्या कोडिंग कुछ नंबर है? कॉर्नर पे इधर मार्किंग है. जरा अन्ना एक मार्किंग दिखाओ. ये कोडिंग सिस्टम है. ये टैग रहता है कपड़े पे. अच्छा, ओके. तो ये ഇത് നമ്മുടെ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ അവരിങ്ങനെ ചെയ്യുന്ന ഒരു സംഭവമാണ്. तो इसमें नाम लिखा हुआ है. ये इनके पास यही कस्टमर आते हैं ना. ओके. अच्छा, उनका कस्टमर तो फिक्स रहता है. फिक्स है. വലിയ കസ്റ്റമർമാർക്ക് വേണ്ടിയിട്ട്. അതെ അതെ. അല്ല, ഇതിപ്പം അവര് കോഡിങ് സംഭവം അത്. പക്ഷെ 1 ലക്ഷം തുണിയിൽ ഇന്ന ആൾക്കാർ ചെയ്യുന്ന ചെറു ബുദ്ധിമുട്ടുള്ള കേസിട്ടാണ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഈ കല്ലിലാണ് അവരടിച്ച് കഴുകുന്നത് കേട്ടോ. ഞാനൊരു കുട്ടനാട്ടുകാരനാണ്. ഞങ്ങളുടെ നാട്ടില് ഈ ഒഴുകുന്ന വെള്ളത്തിലാണ് കഴുകുന്നത്. അപ്പോൾ മുഴുവൻ കല്ലുണ്ട്. ഇവിടെ 730 കല്ലാണുള്ളതാണ് എൻ്റെ അറിവ്. അദ്ദേഹം പറഞ്ഞ് 826 കല്ലുണ്ടെന്നാണ്. ഈ കല്ലിൽ അടിച്ച് ചെയ്തിട്ടാണ് അവർക്ക് ഗിന്നസ് റെക്കോർഡ് കിട്ടിയത്. പണ്ടൊരു തമാശ പറഞ്ഞാൽ, ഞങ്ങളുടെ നാട് കുട്ടനാട്ടിൽ വന്ന ഒരാൾ തിരിച്ച് പോയപ്പോൾ അവർ പറഞ്ഞതാണ്, ഇത് എന്താണെന്ന് നിങ്ങൾ കേരളത്തിൽ കണ്ടെന്ന് ചോദിച്ചു. അവിടെ തുണി കൊണ്ടാണ് അത്ര കല്ല് പൊട്ടിക്കുന്നത് എന്ന് പറഞ്ഞില്ല. അപ്പോൾ തുണി കൊണ്ട് കല്ല് പൊട്ടിച്ച് ഗിന്നസ് റെക്കോർഡിൽ ഇവർ കയറി. അതുകൊണ്ട് നിങ്ങളും തീർച്ചയായും ഗിന്നസ് റെക്കോർഡ് വരാൻ വേണ്ടി ട്രൈ ചെയ്യുക.
कितना कपड़ा आयरन करेगा? ये लोग सब किधर का है एक्चुअली? ये हैदराबाद और यूपी, बिहार, Okay. नॉर्थ एंड साउथ. ഓക്കെ. ആന്ധ്രക്കാരും പിന്നെ യു പി ബീഹാർ എന്നുള്ള ആൾക്കാരാണ് ഇവർ കൂടുതലും ഉള്ളത്. പക്ഷെ എനിക്കൊന്നും മലയാളികൾ ആരും ഇതിന്റെ അകത്തില്ല. आपको मालूम है? केरला मालूम है? केरला पता है. तो केरला लोग है क्या? കേരള നമ്മുടെ മലയാളികൾ ആരും ഇല്ല. പക്ഷെ സൗത്ത് ഇന്ത്യൻസ് ഒരുപാടുണ്ട്. ഉണങ്ങിക്കഴിഞ്ഞ തുണികൾ ഇസ്തിരിയിട്ട ശേഷം അതാത് സ്ഥലങ്ങളിൽ എത്തിക്കുന്നു. എണ്ണയിട്ട ചക്രം പോലെ അലക്കിന്റെ ഈ പ്രക്രിയ ദിനഭേദങ്ങളോ കാലഭേദങ്ങളോ വർണ്ണഭേദങ്ങളോ ഇല്ലാതെ നിരന്തരം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. एक कपड़े का 2.5 रुपया मिलता है. ये सिर्फ आयरनिंग करता है, अच्छा, वॉशिंग नहीं करते. ओके. ये अलग है, वॉशिंग करेगा अलग अच्छा, है. वो डिपार्टमेंट ही अलग है. हाँ, 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 ये okay. अभी 2 कपड़ा करेगा तो 5 रुपया मिलेगा. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഈ വാഷ് ചെയ്യുന്നവർ ഇവരും രണ്ടും രണ്ടാ. അതെ, ഈ 2.5 രൂപ എന്ന് ഇന്നത്തെ അവസ്ഥയിൽ പറയുമ്പോൾ വളരെ ലാഭകരമായിട്ടുള്ള ഒരു. പിന്നെ 2.5 രൂപ അല്ല, നമ്മുടെ നാട്ടിലൊക്കെ 15 രൂപയോ 20 രൂപയ്ക്കാണ് കട്ട് വേണ്ടി. 7 രൂപ 8 രൂപയാണ് വാങ്ങിക്കുന്നത്. 2 രൂപയ്ക്ക് അല്ല, ഇവിടെ 15 രൂപയാണ്. മോഹങ്ങളില്ലാതെ കരിങ്കല്ലിനോട് മല്ലിട്ടുകൊണ്ട് ജീവിതം തള്ളി നിൽക്കുന്ന നിരാലംബരായ ഒരു പറ്റം മനുഷ്യജന്മങ്ങൾ. റീകൺസ്ട്രക്ഷൻ പോയി, അതുപോലെ ഇതും ഒരിക്കൽ റീകൺസ്ട്രക്ഷൻ പോകും. സാധ്യതയുണ്ട്. ഇത് ഹാർട്ട് ഓഫ് ദി സിറ്റിയാണ്. അതെ, അടുത്തെല്ലാം ഭാഗമാണ് ഏറ്റവും കോസ്റ്റ്ലി ഉള്ള ആൾക്കാർ താമസിക്കുകയാണ്. ഇതൊരു സ്ക്വയർ ഫീറ്റ് का क्या प्राइस होगा? ये जो क्यूबिकल है ना, हाँ, उसका प्राइस है 20 लाख, 15 लाख, 25 लाख ऐसा जाता है. അതായത് ഇവരിപ്പോ ഈ ഇവിടെ അലക്കുന്ന ഇതിന് 25 ലക്ഷം റുപ്യാണ് അവർ പറയുന്നത്. ഒരു 3 അടി 4 അടി 4 അടി. അതായത് നമുക്കിവിടെ ബിസിനസ് തുടങ്ങണമെങ്കിൽ 30 लाख चाहिए, 30 लाख रुपए വേണം. 30 लाख. 30 लाख. हाँ, अभी मुझे अभी इधर आके बिजनेस करने का तो अभी मुझे आप नहीं खरीद सकते ना. नहीं खरीद सकते. अच्छा, वो भेजा तो 30 लाख में भेजेगा. അതായത് 30 ലക്ഷം രൂപ വേണം ഇവിടെ ഒരു ബിസിനസ്. ഈ നമ്മൾ മുമ്പ് കാണിച്ച ആ ചെറിയ ക്യൂബിക്കലിന് ഒരു 3 അടി ബൈ 3 അടി ബൈ 4 അടി. അതേപോലെ ഇതിന്റെ അടുത്തുള്ള ഒരു ഫ്ലാറ്റിന് സ്ക്വയർ ഫീറ്റിന് ഏകദേശം 50,000 റുപ്യുണ്ട്. 50,000 റുപ്പീസ് ആണ് ഒരു സ്ക്വയർ ഫീറ്റിന്റെ ചാർജ്. ഉണക്കുന്ന സ്ഥലം മഴ പെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമാണ്, പക്ഷെ എന്നിരുന്നാലും ഉണക്കുന്ന മുകളിലാണ്. അതായത് ഈ ഷീറ്റ് ഉണ്ട്, ഇതിന്റെ ഷീറ്റ്, ആ ഷീറ്റിന്റെ മുകളിലാണ് ഈ സംഭവം അവർ ഉണക്കുന്നത്. നമുക്കൊന്ന് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്, പേടിയുണ്ടല്ലോ. അപ്പൊ നടക്കാം. ഞാനിപ്പോ നിൽക്കുന്ന പറഞ്ഞാൽ ഇതിപ്പം ഇതിന്റെ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇവിടെയാണ് ഇവർ തുണിയൊക്കെ ഉണക്കാൻ വേണ്ടി ഇടുന്നത്. ഇത് ഷീറ്റാണ്, നമ്മുടെ വീടിന്റെ മുകളിലിടുന്ന ഷീറ്റ്. ഈ ഷീറ്റ് ഇതിന് വേണ്ടി നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല, കാരണം അത്രയ്ക്ക് അവരത് സ്ട്രക്ചർ കറക്റ്റായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന്റെ പുറത്തൂടെ നടന്നിട്ടാണ് ഇവർ ഈ ഷീറ്റ് മുഴുവൻ ഇടുക. ഇപ്പൊ നമുക്ക് നടക്കാം, ഇതിനകത്ത് 4-5 പേർക്ക് നടക്കാൻ പറ്റും. വെയിറ്റ് കൊണ്ട് പ്രശ്നമില്ല എന്ന് വിചാരിക്കുന്നു. प्रधानमंत्री भी नहीं देगा, नहीं करेगा. नहीं, काम तो करना चाहिए ना. काम तो करेगा तभी मिलेगा. और कुछ नहीं. आप कितना बजे से चालू करते हैं काम? काम तो हम तो 8 बजे 8:30 बजे से और कितना बजे तक काम करते हैं? कम से कम 11 बजे तक. आपको उम्र कितना है? उम्र तो 60 साल से ऊपर है. 60 വയസ്സിന് മുകളിൽ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു മനുഷ്യൻ രാവിലെ 8 മണിക്ക് ജോലി തുടങ്ങും, രാത്രി 11 മണി വരെ അയാൾ ജോലി ചെയ്യുന്നുണ്ട് അല്ലേ? यस. कितना कमाते हो? कितना कमाते हैं? 10-12 हजार रुपया. और क्या? 12,000 रुपया बोले बस ना, बहुत हो गया ना. बस 12,000 में क्या होगा? 4 बच्चे अच्छा. कहाँ से आएगा खाने को? പക്ഷെ ഇത്രയൊക്കെ പണി കിട്ടും അവർക്ക് 12,000 रुपये കിട്ടുന്നു. लिखाई तो मांगता है ना सर. सही है. 12,000 में पढ़ाई लिखाई तो होएगा. ഈ ഒരു മാസം ജോലി അവർക്ക് 12,000 रुपये കിട്ടുന്നുള്ളൂ പറയണത്. പക്ഷെ അവർക്ക് കംപ്ലൈന്റ് ഒന്നുമില്ല കേട്ടോ, അവരെപ്പോഴും ഹാപ്പിയാണ്. ഖുഷാണ്, ഹാപ്പി. खुश है. क्या करेगा? खुश है. क्या करेगा? അതെ, അവര് ഹാപ്പിയാണ്. അവർക്ക് ഇനി അതിനെ കുറിച്ച് ബോധമൊന്നും അല്ല. ജീവിതം വളരെ സന്തോഷകരമായി സന്തോഷമായിട്ട് इधर खाना खिलाना पका के रखे. हाँ. ये आपने किया है? हाँ. अच्छा खाना हमारा बावर्ची बनाता है. अच्छा, ओके. खाना बनाना अच्छा. हाँ, क्या? 20 आदमी लोग का खाना है. 20 പേരുടെ हाँ, ये सब साथ में है. अच्छा, ओके ओके. ये बड़ा काम है यहाँ पे. अच्छा, ये हॉस्पिटल जो है वकाट, हाँ. उसका बेडशीट रहता है धोने. ओके. മുംബൈയിലെ ആശുപത്രികളിൽ നഴ്സുമാർ വെൺപ്രാവുകളെ പോലെ ഓരോ ദിവസവും നിങ്ങളുടെ കിടക്കവരി മാറ്റി പുതിയത് വിരിക്കുമ്പോൾ ഓർത്തിട്ടുണ്ടോ ആ വെണ്മയുടെ പിന്നിലെ വേദനകൾ? ഒരു ഉച്ചയ്ക്ക് റെസ്റ്റ് എടുക്കുകയാണ് കേട്ടോ, പാവം. അതായത് രാവിലെ कितना बजे चालू होता है? धोबी घाट. हाँ. धोबी घाट सुबह 4-5 बजे चालू होता है. सुबह सुबह രാവിലെ 4 മണിക്ക്. 4 മണിക്ക്. कितना बजे बंद होता है? 10 बजता है, 11 बजता है. काम के ऊपर है, जैसा कपड़ा ज्यादा रहेगा उतना काम टाइम लगता है. 24 മണിക്കൂർ അവർ ജോലി ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. പക്ഷെ പുള്ളി പറഞ്ഞ പോലെ 12,000 रुपये ആയിരിക്കും പുള്ളി കിട്ടുന്നത്, പക്ഷെ അതിനേക്കാളൊക്കെ പൈസ ഉണ്ടാക്കുന്നവരുണ്ട്. नहीं, वो बोलता था मुझे 12,000 ही मिलता है. मेरे हिसाब से कितना तक मिल सकता है? किसको किसको ज्यादा 10 से 12 हजार इधर नॉर्मल सैलरी है. अच्छा. दिन का 300-400 रुपया रहता है. ऐसा है. और यहाँ पे कैसा तुम्हारे को दो टाइप का सैलरी मिलता है. एक आपको पूरा पैसा मिलेगा स्किल महीने का वर्कर, हाँ, 12,000.
या फिर वो आपको 6,000 सैलरी देगा और उनके घर से खाना ला के देगा। तो 2 टाइप का सैलरी देता है। 12,000 രൂപയാണ് മിനിമം ഇവിടുത്തെ ശമ്പളം. ആ ശമ്പളം ഉള്ളവർക്ക് ഭക്ഷണം ഇവിടുന്ന് കിട്ടൂല, അല്ല കിട്ടും. 6,000 രൂപ ശമ്പളം ഉള്ളവനാണ് ഇവിടുന്ന് ഭക്ഷണം കിട്ടുക എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ആഹാരം ഇവിടെ കൊണ്ടുവരുന്നതാണ് പുള്ളി പറയുന്നത്. तो 12,000 का ऊपर नहीं मिलता है पगार. कोई दिवाली आ गई, ईद आ गई तो उसमें मिल जाता है, कोई सेट अच्छा रहेगा दे देता है। जैसे अभी ये खाना बन रहा है, ये 20% का है, तो इन लोगों को चिप गिरता है। सही है. अभी समझो ना 12,000 है पगार, तो मेरे ख्याल से एक आदमी का 2-2, 3-3 हज़ार महीना आता रहेगा। അതായത് 3,000 രൂപ ഒരാൾക്ക് കൊടുക്കേണ്ട ഒരു അപ്രോക്സിമേറ്റ്ലി എന്നാണ് പുള്ളി പറയുന്നത്. ഏകദേശം 20 പേർക്കുള്ള ആഹാരം ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. ये लोग सब इधर ही रहते हैं क्या? 1 साल काम करते, 1-2 साल पैसा बनाते और चले जाते, फिर 1 महीना गांव में रहते, फिर आते। അതായത് ഇവിടെ നിന്നും അവർ പൈസ ഉണ്ടാക്കി നാട്ടിൽ പോകുന്നു, 2 വർഷം ശേഷം അവർ വീണ്ടും തിരിച്ച് ഇവിടെ എത്തും. आप कितना साल से काम कर रहे हैं? हमको तो अभी 2 महीना हुआ। 2 महीने हो गए. किधर से आ रहे हो? बिहार से। ബീഹാർ. ഒരു ബീഹാറിയാണ് ഇദ്ദേഹം. ഇവിടെ ഇപ്പം 3 മാസമായിട്ട് ജോലിയാണ്. ഈ പാവ ഇവിടെ വന്നിരിക്കുന്നത് ഈ 12,000 രൂപയ്ക്ക് ജോലി ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഇവരെല്ലാം കൂടുതലും ബീഹാറുകാരാണ് കൂടുതലുള്ള ആൾക്കാർ. ഈ ബീഹാറികൾ നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ട് അല്ലേ? പക്ഷെ അവർ നമ്മുടെ നാട്ടിൽ മേടിക്കുന്ന ശമ്പളം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം എനിക്കൊന്ന് 1,500-2,000 1250 1500 വരെ. ഒന്ന് നോക്കി വെച്ചോ, അവരിവിടെ ജോലി ചെയ്യുമ്പോൾ 300 രൂപ അവർക്ക് കിട്ടുന്നുള്ളൂ. ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ഇവിടെ നോക്കി എത്ര ബിൽഡിംഗ് ആണ്. ഇവിടെയാണ് പറഞ്ഞത് ഏകദേശം 50,000 രൂപ, 1,00,000 രൂപ വരയ്ക്കും സ്ക്വയർ ഫീറ്റിലൊരു സ്ഥലമാണിത്. 1,00,000 രൂപയുടെ അടുത്തുണ്ട് ഇവിടെ സ്ക്വയർ ഫീറ്റിന്. ആ ഒരു ഏരിയയിലാണ് ഇവിടെ. എനിക്കൊന്ന് ഇത് ഒരിക്കൽ റീകൺസ്ട്രക്ട് ചെയ്യും है ना, उसके लिए कुछ बातें चालू है क्या? किसके लिए? റീഡെവലപ്മെന്റ്. अभी तक कुछ भी नहीं, बट हो सकता है. ये हेरिटेज एरिया है, हेरिटेज है। അപ്പൊ അതുകൊണ്ട് നടക്കില്ലെന്നാണ്. അത് നടക്കില്ല, ഗവൺമെന്റ് പെർമിഷൻ കൊടുക്കില്ല. പക്ഷെ അങ്ങനെ ഒരിക്കൽ വരികയാണെങ്കിൽ ഹൃദയഭാഗം ആയതുകൊണ്ട് തന്നെ അല്ലെ നല്ലൊരു ഒരു വലിയൊരു കൺസ്ട്രക്ഷൻ ആവാം. പക്ഷെ ഇവരൊക്കെ എവിടെ പോയി താമസിക്കും? ഇവരുടെ ഇത് ഹെറിറ്റേജ് ബിൽഡിങ്സ്, അതേമാതിരി ഹെറിറ്റേജ് സൈറ്റ്സ്, അത് ഒരിക്കലും ഡെവലപ്മെന്റിനോ ബിൽഡിംഗ് കെട്ടാനോ കൊടുക്കില്ല. പോവില്ല. പ്രൊട്ടക്റ്റഡ് ഏരിയാസ്. ഓക്കെ. അപ്പൊ ഒരിക്കലും ഡോബി ഹാർട്ട് എന്നും ഇങ്ങനെ തന്നെ ഉണ്ടാവും അല്ലെ? ജോലിക്കാരും ഉണ്ടാവും, അവരിങ്ങനെ തന്നെ ജോലി ചെയ്യും വർഷങ്ങളോളം. പോയി കഴിഞ്ഞാൽ പിന്നീട് കാര്യങ്ങൾ മാറിയെന്ന് വരാം. നടക്കുന്നിടത്തോളം കാലം ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു കാലഘട്ടം ചിലപ്പോൾ വരുമായിരിക്കാം. ഇതാണ് ശരിക്കും പറഞ്ഞാൽ കണ്ടില്ലേ മുകളിൽ, അതായത് ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ ഇവർ താഴെ താമസിക്കുന്നു, ആഹാരം വെക്കുന്നു, കിടക്കുന്നു, കഴുകുന്നു. ഇതിന്റെ മുകളിലാണ് ഇവരിതെല്ലാം ഇടുന്നത്. 7 ഏക്കർ ഉണ്ട് ഈ ഏരിയ മുഴുവൻ. അപ്പോൾ ഇതിന്റെ കൂടുതൽ വിശേഷങ്ങളുമായി ഞങ്ങൾ തിരിച്ചു വരാം. ദേഖ്തേ ഹലോ മുംബൈ. ഗ്രഹനാഥൻ മരിച്ചതോടുകൂടി ഭിക്ഷാടനത്തിന് ഇറങ്ങിത്തിരിച്ച ഒരു ഫാമിലി ഉണ്ട് മുംബൈയിൽ. ഞങ്ങൾ കാണുമ്പോൾ അവർക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും ഗതിയില്ലാത്ത ഒരു അവസ്ഥയിലായി. കേരളത്തിൽ എവിടെയാണ് അദ്ദേഹം? നൂറിനാട്, കായംകുളം. അവിടെ പോയിട്ടുണ്ടോ? എത്ര നാളുണ്ടായിരുന്നു അവിടെ? അപ്പൊ അവരിവിടെ ഇപ്പൊ സംസാരിക്കാറില്ലേ? ഇദ്ദേഹത്തിന്റെ പേരെന്താണ്? ജയകുമാർ. ഇപ്പൊ ജയകുമാർ മരിച്ചിട്ട് എത്ര ദിവസമായി? 6 ദിവസമായി. അപ്പൊ നാട്ടിൽ നിന്ന് ആരെങ്കിലും വന്നിരുന്നോ? ಆರು ಇಲ್ಲ. ಅಪ್ಪ ನೀವು ಕನ್ನಡತಗಾರಿಯಾണ്. ನೀವು ಕನ್ನಡ ಮಾತಾಡೋರು ಅಲ್ವಾ? ಅಲ್ಲಿಂದ ನೀವು ಇಲ್ಲಿ ಬಂದ್ರಿ. ಎಲ್ಲಿ ನೀವು ಧಾರವಾಡನಾಗ ಇವ್ರು ಕೆಲ್ಸಕ್ಕೆ ಬಂದಿದ್ರು. ಅವ್ರ ಕೆಲ್ಸಕ್ಕೆ ಅಲ್ಲಿ ಬಂದ್ರು. ಓಕೆ. ಅಲ್ಲಿ ಬಂದಿದ್ರು. ನಾವು ಅಲ್ಲಿ ಹೋಟೆಲ್ನಾಗ ಒಂದು ಕೆಲ್ಸಕ್ಕೆ ಹೋಗಿದ್ವಿ. ಯಾರು ಇಲ್ಲ ನಮ್ಗೆ. ಅದು ಆದ್ಮೇಲೆ ನೀವು ಮಲಯಾಳಂ ಕಲಿದ್ರಿ. മകൻ കൂടെയാണ്. പക്ഷെ മകൻ എന്താണ് പ്രശ്നം? അസുഖമാണോ മകൻ? കൈ കാല് 4 പട്ടി കടിച്ചിട്ടുണ്ട് അവന്. കിഡ്നിക്ക് കുറച്ച് ഇതായിട്ടുണ്ട്, പ്രശ്നമുണ്ട്. ചികിത്സയിലാണ്. ഇപ്പൊ എന്താണ് ആക്ച്വലി പ്രശ്നം? എന്താണ്? ആരുമില്ല നോക്കാൻ, പൈസ ഇല്ല, അതാണ് പ്രശ്നം അല്ലേ? ഒന്നും ഇല്ലാതെ എനിക്ക് ഇങ്ങനെ ആക്കിട്ടാ പോയത്. ഒരു വീടുണ്ടായിരുന്നു, ആ വീട് വിട്ട്. ഇതിപ്പോ വാടകയ്ക്കാണോ? വാടക 6 മാസത്തെ വാടക കൊടുക്കണോ? 6 വന്നിട്ട് പറയാം ഇറക്കി വിടാത്. അദ്ദേഹത്തിന് ഈ ഭർത്താവിന് എന്തെങ്കിലും അസുഖമായിട്ട് കിടക്കുമായിരുന്നു? എങ്ങനെയാ മരിച്ചത്? കിടന്നില്ല, ഹാർട്ട് അറ്റാക്ക് ആയതാണ്. ഞാൻ നടന്ന് അവർക്ക് ചോദിക്കും എനിക്ക് ബസ്സിന് കുറച്ച് ചോറ് തരണേ എന്ന്. അയ്യോ, ഓക്കെ. അങ്ങനെയാണ് ജീവിച്ചത് ഈ തന്താട് കൂടെ. ജയകുമാറുള്ള സമയത്ത് ആഹാരമൊക്കെ കറക്റ്റായിട്ട് കിട്ടുമായിരുന്നില്ലേ? ഇവിടെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നല്ലോ അല്ലേ? ശരിക്കും ആഹാരത്തിന് പൈസയില്ല, വാടകയ്ക്ക് പൈസയില്ല, ഇദ്ദേഹത്തിന് അസുഖം ഉണ്ട്. ഇപ്പൊ ആഹാരത്തിനൊക്കെ എന്താ ചെയ്യുന്നത്? അവിടെ ഭിക്ഷയ്ക്ക് പോകുമ്പോഴേ ഒരാളെ
5 കിലോ അരി തന്നതാ. ഇതാണ് ശരിക്കും ഒരു 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 മലയാളി ഫാമിലിയുടെ അവസ്ഥ. അദ്ദേഹം കായംകുളംകാരനാണ്, ശൂരനാടുകാരനാണ്. 5 ദിവസം മുമ്പ് നൂറനാടുകാരനാണ്. 5 ദിവസം മുമ്പ് അദ്ദേഹം മരിക്കുകയും ചെയ്തു. ഇപ്പൊ ഈ കുടുംബത്തെ നോക്കാൻ ആരുമില്ല. അദ്ദേഹം ഒരു കിഡ്നി പേഷ്യന്റ് ആണ്, ഡയാലിസിസ് നടക്കുന്നു. ഇവര് ശരിക്കും പറയുന്നത് ഇവര് ഭിക്ഷ എടുക്കുകയാണെന്നാണ് പറയുന്നത്. ഭിക്ഷയ്ക്ക് പോയിട്ട് ഇവിടുന്ന് ഇത് കല്യാണം ഉണ്ടല്ലോ, കല്യാണം പോവും, ഡംബോലി പോവും, പിന്നെ ഇങ്ങോട്ട് പോവും, ഈ കല്ലപ്പാട്ട അതെല്ലാം നടക്കുന്നുണ്ട് അവിടെ ഉണ്ട്. ഒരു മലയാളി ഹുബ്ലിയിൽ നിന്നും കല്യാണം കഴിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഒരുവിധം സന്തോഷത്തോടെ ജീവിച്ചവരാണ്. പക്ഷേ ഇന്നത്തെ ഒരു അവസ്ഥയാണിത്. ദയവേത് പ്രേക്ഷകർ നിങ്ങൾക്ക് ഇങ്ങനെ ആയിപ്പോയി. ചെയ്യാൻ പറ്റുന്ന സഹായം നിങ്ങൾ ചെയ്യണം. ഇത് മാത്രമാണ് എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. ഭയങ്കര ദോഷത്തെ ഏൽപ്പിച്ചു പോയതാ. ഗൃഹനാഥനായ ഈ മലയാളി മരിച്ചിട്ട് ഏകദേശം ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിരിക്കുകയാണ്. ഇദ്ദേഹം ആലപ്പുഴ സ്വദേശിയാണ്. ഉള്ളത് ഒരു മകനാണ്. ആ മകനാണെങ്കിൽ കിഡ്നിക്ക് എന്തോ പ്രശ്നമാണ്. മകൾ നാട്ടിലാണ്. സഹായിക്കുവാൻ മറ്റാരുമില്ലാത്ത ഒരവസ്ഥയിലാണ് ഹലോ മുംബൈ അവരെ കാണുന്നത്. നമുക്ക് എന്തെങ്കിലും ഒരു കാരണം നമുക്ക് ആഹാരം അത് ഒരാളും പട്ടിണി കിടക്കരുത് അല്ലേ? ഒരിക്കലും ഒരാളും പട്ടിണി കിടക്കാൻ പാടില്ല. അല്ല അതല്ല, അതിലും മലയാളി എന്നോ മറാഠി എന്നോ ഒരു വകഭേദമില്ല. അല്ല ഇത്ര ഇല്ലില്ല അങ്ങനെ ഉണ്ടാവില്ല. തൽക്കാലം നിങ്ങൾക്ക് ഞാൻ മനസ്സിലായില്ലേ, ഇപ്പോൾ തൽക്കാലം ഭക്ഷണത്തിനുള്ള പൈസ തുടങ്ങിയ 1 മാസത്തേക്കുള്ള ഭക്ഷണത്തിനുള്ള പൈസ ഇപ്പം തരാം, ഏൽപ്പിക്കാം. അതിനുശേഷം നിങ്ങൾ ഭിക്ഷയ്ക്ക് പോയിരിക്കുക. പിന്നെ ഞങ്ങളിപ്പം നമ്മളുടെ ഉണ്ണി പറഞ്ഞ മാതിരി തന്നെ അദ്ദേഹം ഒരു ജോലിക്ക് ട്രൈ ചെയ്യുന്നുണ്ട്. 1 മാസം നിങ്ങൾ പോകേണ്ട, 1 മാസം ഏതെങ്കിലും നമ്മൾ മലയാളി സംഘടനകൾ അല്ലെങ്കിൽ ബാക്കി ഒരുപാട് സംഘടനകളൊക്കെ സമീപിച്ച് നിങ്ങൾ വേണ്ട എന്താണെന്ന് വെച്ചാൽ നമുക്ക് പറ്റുന്ന മാക്സിമം ചെയ്തു തരാൻ പറ്റും. ഒരു നേരത്തെ ഭക്ഷണത്തിൽ പോലും ഗതിയില്ലാത്ത ഒരു സമയത്തായിരുന്നു ഞങ്ങൾ ഇവരെ കണ്ടുമുട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടുത്തെ സാമൂഹ്യ പ്രവർത്തകനായിരുന്ന ഉണ്ണികൃഷ്ണയും ഒപ്പം ഞങ്ങളുടെ പ്രൊഡ്യൂസറായ ശ്രീ അജയ് കുമാരെയും അവിടെ വിളിച്ചു. അവർ 1 മാസത്തേക്ക് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും തൽക്കാലമായി ചെയ്തു വെച്ചിട്ടുണ്ട്. തിരികെ ഹലോ മുംബൈ. ഹലോ മുംബൈ, ഹലോ മുംബൈ, ഹലോ മുംബൈ. ഉയരുണരും പാളങ്ങൾ, നിശയില്ലാ ജീവിതയാത്രകൾ. ഹലോ